വീട്ടിലെ വിശേഷങ്ങളൊന്നും പറഞ്ഞില്ല. അവിടെ ഒരു രോഗിയുള്ളതല്ലേ. ഹരിപ്രസാദിന് ജോലിക്ക് പോകാറായിട്ടില്ല, അതുകൊണ്ട് വീട്ടിൽ വെറുതെ ഇരിപ്പ. സജീവിന്റെ അമ്മയുള്ളതുകൊണ്ട് ഫുഡിന്റെ കാര്യത്തിൽ പ്രശ്നം ഉണ്ടാവില്ലല്ലേ? നിങ്ങളെപ്പോലെ ഒരു നല്ല ഫ്രണ്ടിന്റെ അടുത്ത് തന്നെ താമസിക്കാൻ കിട്ടിയത് പുള്ളിക്കാരന്റെ ഭാഗ്യം. സ്വന്തം നാട്ടിലെയും വീട്ടിലെയും കാര്യങ്ങളൊക്കെ ആള് സജീവിനോട് പറഞ്ഞിട്ടുണ്ടോ? കുറച്ചൊക്കെ. ശരി മാഡം. സജീവ്, എന്താ മാഡം? സജീവിനോട് ഷെയർ ചെയ്തിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. ആ കൂട്ടുകാരന്റെ അസുഖത്തെ പറ്റി ഞാൻ എന്നും ചോദിക്കുന്നതിനൊരു കാരണമുണ്ട്. ഹരിയേട്ടന് എനിക്ക് നേരത്തെ അറിയാം. അറിയാന്ന് പറയുമ്പോ എനിക്കറിയാം മാഡം. അത് ഹരി എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഹരിപ്രസാദിന്റെ മനസ്സിൽ പഴയ ചിത്രങ്ങളെല്ലാം അതുപോലെ തന്നെയുണ്ട്, ഒട്ടും മങ്ങലില്ലാതെ. എന്നിട്ട് അത്രയും അറിഞ്ഞതായിട്ടൊന്നും സജീവ് എന്റെ മുമ്പിൽ ഭാവിച്ചില്ല. ഞാൻ മാഡത്തിന്റെ സബോർഡിനേറ്റാ, കൊളീഗല്ല. എന്റെ പരിധികൾ ഞാൻ തിരിച്ചറിയണം. മാഡത്തിന് മുമ്പിൽ നിന്നല്ല, ആരുടെ മുമ്പിലും അറിഞ്ഞതൊന്നും ഞാൻ വെളിപ്പെടുത്തില്ല. ഹരിയേട്ടനെ എനിക്കൊന്ന് കാണണമെന്നുണ്ട് സജീവ്. നാട്ടിൽ നിന്ന് വന്നൊരു പരിചയക്കാരനൊരു അപകടം പറ്റിയാ നമ്മളെ കാണാൻ പോയില്ലേ? അതൊരു സാമാന്യ മര്യാദയാ. ഹരിയേട്ടനായിപ്പോയതുകൊണ്ട് ആ മര്യാദ കാണിച്ചുവിടാന്നില്ലല്ലോ. അതിനെന്താ മാഡം, പോവാം. ടെക്സ്റ്റൈൽസിലേക്ക് പോകുന്ന വഴിക്ക് ഒരു ടാക്സി വിളിച്ചിട്ട് ഹരിപ്രസാദിനെ കാണാൻ പോവാം. എന്തിനാ ടാക്സി? നമ്മുടെ വണ്ടി ഉണ്ടല്ലോ. അത് വേണ്ട മാഡം, എനിക്ക് സുഖമില്ലാതെ കിടക്കുവാണെങ്കിൽ മാഡത്തിന് വരാം. ഇത് പക്ഷേ ഞാനൊരു ടാക്സി അറേഞ്ച് ചെയ്തോളാം. ശരി ശരി മാഡം. ഇതാണ് റൂം. യെസ്, വന്നോളൂ. നിങ്ങൾ സംസാരിക്കേ. നന്ദിനി ഇരിക്കെ. ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലേ? ശരിക്കും ഈ സമയത്ത് സജീവന്റെ അമ്മ ഇങ്ങോട്ട് വരാറില്ല. പിന്നെ ആരാ വാതിൽ മുട്ടുന്നതെന്ന് വിചാരിക്കായിരുന്നു. രാവിലെ ഓഫീസിൽ എമർജൻസി ആയി തീർക്കേണ്ട ജോലിയൊന്നും ഇല്ലായിരുന്നു. ടെക്സ്റ്റൈൽസ് വരെ പോവുകയും വേണം. സജീവും കൂടെയുണ്ട്. അപ്പൊ തോന്നി ഇതിലെ വന്നൊന്ന് കേറാന്ന്. ഞങ്ങൾക്കൊരു ടെക്സ്റ്റൈൽ ഷോപ്പുള്ള വിവരം അറിയാലോ അല്ലേ? സജീവ് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഞാനിതുവരെ പോയിട്ടില്ല. ഒറ്റയ്ക്കിരുന്ന് വല്ലാതെ ബോറടിക്കുന്നുണ്ടോ? ബോറാണെന്നോ? ഒന്നും പറയണ്ട. കുറെ നേരം വായിക്കും. കഴിയുന്നതും പകലുറങ്ങാറില്ല. പിന്നെ രാത്രിയിൽ ഉറക്കം വരില്ല.
വല്ലാത്ത ശിക്ഷയായി പോയി. ഒരു തെരുവ് നായി ഒപ്പിച്ച പണി. ലീവ് ഉണ്ടോ? കാഷ്വൽ ലീവ് മിക്കവാറും തീരും. ഒന്ന് വിളിക്കണം. വേദനയുണ്ടോ ഇപ്പോ? ശരീരത്തിന്റെ പെയിൻ പൂർണ്ണമായിട്ട് മാറി. കാലനക്കുമ്പോ അകത്ത് ചെറിയൊരു പിടുത്തമുണ്ട്. അച്ഛനും അമ്മയും വന്നോ? ഇല്ല, ഇത്രയും കുഴപ്പമുണ്ടെന്ന് ഞാനിതുവരെ അറിയിച്ചിട്ടില്ല. അല്ലെങ്കിൽ വീട് പൂട്ടിയിട്ട് രണ്ടുപേരും കൂടെ പാഞ്ഞെത്തും. ഇവിടെ ഇങ്ങനെ കിടക്കാനൊന്നും സമ്മതിക്കില്ല. വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കിടത്തും. അല്ലെങ്കിൽ നാട്ടിലേക്ക് പോവാന്ന് പറയും. കാലിങ്ങനെ പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്നോ മറ്റോ കണ്ടാൽ അമ്മയ്ക്ക് പിന്നെ പിടിച്ചു നിൽക്കാനൊന്നും പറ്റില്ല. അച്ഛനും അമ്മയ്ക്കും ഹരിയേട്ടനല്ലാതെ വേറെ ആരും ഇല്ലല്ലോ. അതെ, എനിക്കവരും. എന്റെ അവസ്ഥയെ മറിച്ചല്ല. അമ്മ ഭർത്താവിന്റെ വീട്ടിലാ. മുത്തശ്ശി ഉദയനൊരു ശരീരം തളർന്നു കിടക്കുന്നു. ഇവിടെ ഭർത്താവുണ്ട്, അമ്മയുണ്ട്, അനിയനും ഫാമിലിയും ഉണ്ട്. പക്ഷേ പുറമെ കാണുന്ന ജീവിതമല്ല അകത്ത്. എഴുതി വെക്കാത്തൊരു സ്ക്രിപ്റ്റിനനുസരിച്ച് ആക്ട് ചെയ്യാൻ ഞങ്ങൾ രണ്ടുപേരും. ഇപ്പൊ ഏകദേശം ക്ലൈമാക്സിലെത്താനായിട്ടുണ്ട്. അതൊക്കെ അങ്ങനെ പോട്ടെ. ഞാൻ പറയാൻ തുടങ്ങിയത് മറ്റൊന്ന്. ജീവിതം ഇങ്ങനെ വെറുതെ കളയരുത്. എന്റെ ജീവിതം പാഴായിപ്പോയി. ഹരിയേട്ടനെങ്കിലും നല്ലൊരു ലൈഫ് കിട്ടണം. അച്ഛനും അമ്മയും ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ടാവും. അവരെ ഓർത്ത് ബാക്കി ഞാൻ പറയാം. നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തി വിവാഹം കഴിച്ച് സുഖമായിട്ട് ജീവിക്കണം. ഒരു കാര്യം കൂടി ആഡ് ചെയ്യാനുണ്ട്. കഴിഞ്ഞതെല്ലാം മറക്കണം. അങ്ങനെ ഞാനൊരു ഐഡിയൽ ലൈഫ് നയിക്കുന്നത് കണ്ട് നന്ദനയ്ക്ക് സമാധാനത്തോടെ ഇരിക്കണം. അതല്ലേ പറയാൻ വന്നത്. ഇത്തരം സിറ്റുവേഷനിൽ പണ്ട് മുതലേ പറഞ്ഞു വരുന്ന വാക്കുകളാണ്. ആ ജീവിതം കണ്ട് സന്തോഷത്തോടെ മരിക്കണമെന്ന് വരെ ചിലർ പറഞ്ഞു കളയും. ചെറിയൊരു പരിഹാസമാണെങ്കിലും ആ വാക്കുകളുടെ വേദന എനിക്ക് കാണാം. നോക്ക് നന്ദന, നമ്മൾ രണ്ടുപേരും ഇപ്പൊ എത്തി നിൽക്കുന്ന എവിടെയാണെന്നും നമ്മുടെ സാഹചര്യങ്ങൾ എന്താണെന്നും ഏറ്റവും നന്നായി അറിയുന്നത് നമുക്ക് തന്നെയാണ്. പിന്നെ എന്തിനാ ഈ വെറും വാക്കുകള്? സ്വയം ആശ്വാസം അനുഭവിക്കാത്ത ഒരാള് മറ്റൊരാളെ സാന്ത്വനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിലൊരു ഫലിതമല്ലേ ഉള്ളത്? ഞാൻ നിന്ന സ്ഥലത്ത് തന്നെ നിൽക്കുന്നുണ്ടെങ്കിലും നന്ദന കുറേ ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു. ഇനി തിരിച്ചു നടക്കാനാവില്ല. അതൊരു സത്യമാണ്. അത് നമ്മൾ ഉൾക്കൊള്ളണം. എന്താ, അങ്ങനെയല്ലേ? ഓരോ ഗ്ലാസ് ചായവോ? സജീവിന്റെ അമ്മ പുറത്തു പോയിരിക്കേ. ലാൻഡ് ഫോൺ കേടായതുകൊണ്ട് ടെലിഫോൺ എക്സ്ചേഞ്ചിൽ പോയിരിക്കേ. 2 മാസം കൂടുമ്പോൾ അമ്മയ്ക്കുള്ള ഡ്യൂട്ടിയാ. ഫോൺ കേടാവും, അതുമായിട്ട് എക്സ്ചേഞ്ചിലേക്ക് പോവും. ചായ കുടിക്ക്. ഇറങ്ങട്ടെ.
If you are not comfortable, we will. എന്തൊക്കെ കുന്ത്രാണ്ടങ്ങൾ അടിച്ചു വെച്ചിരിക്കുന്നേ. എടാ ജ്യൂസ് പറഞ്ഞിട്ട് എത്ര നേരായി? ഇപ്പൊ കൊണ്ടുവരാം മാഡം. ബദാമും വേണം. ഇപ്പൊ കഴിക്കാനാണോ മാഡം? പിന്നെ ഇപ്പൊ കഴിക്കാനല്ലാതെ വീട്ടിൽ കൊണ്ടുപോകാനാണോ? ഹലോ, ഇപ്പൊ വേണ്ട കേട്ടോ, ഞാൻ പിന്നെ വിളിക്കാം. പിന്നെ വിളിച്ച് പറയാന്നു. ശരി മാഡം. എന്താ കാർത്തിക പിന്നെ മതി എന്ന് പറയുന്നത്? അത് പിന്നെ ഡെസ്പാച്ച് സെക്ഷനിൽ നിന്ന് ഒരു ഫയൽ വരാനുണ്ട്, അതിന്റെ കാര്യമാ. അപ്പോ എല്ലായിടത്തും കാർത്തികയുടെ കണ്ണെത്തുന്നുണ്ടല്ലേ? അതെ അമ്മേ. അല്ല, അമ്മ പതിവില്ലാതെ ഇങ്ങോട്ട് വന്നതെന്താ? വരുന്ന കാര്യം രാവിലെ സൂചിപ്പിച്ചതുമില്ല. വീട്ടിലിരുന്നപ്പോ തോന്നി ഒന്ന് വരാവുന്ന. പിന്നെ നന്ദന എവിടെ? ഇങ്ങോട്ട് വന്നില്ല, സ്വന്തം ക്യാബിനിൽ കാണും. അവിടെ ഇല്ലല്ലോ, ഞാൻ നോക്കിട്ടാ വരുന്നേ. ഇപ്പഴാ ഞാൻ ഓർത്തത്, പുറത്തു പോയിരിക്കുക നന്ദന. കൂടെ ഹനുമാനും ഉണ്ട്. ഹനുമാനോ? സജീവൻ, മാനേജരേ. അവരെവിടെയാ പോയെന്ന് കാർത്തിക്ക് അറിയില്ലായിരിക്കും. ടെക്സ്റ്റൈൽസിലേക്കെന്ന് പറഞ്ഞാ ഇവിടുന്ന് ഇറങ്ങിയത്. കുറച്ചു നേരമായി. ഞാൻ പക്ഷേ ശകലം മുമ്പ് വിളിച്ച് ചോദിച്ചപ്പോ നമ്മുടെ ടെക്സ്റ്റൈൽസിൽ എത്തിയിട്ടില്ല. അവിടുത്തെ നമ്പറും തന്നെ, ഞാനൊന്ന് വിളിച്ചു ചോദിക്കാം. എന്റെ കയ്യിലുണ്ടമ്മേ, ഞാൻ വിളിക്കാം. ഇങ്ങതാ, ഞാൻ സംസാരിക്കാം. ഇതാരുടെ നമ്പരാ? അവിടുത്തെ മാനേജർ മഹേഷിന്റെ. ഹലോ മാഡം. ഞാനാ വസുന്ധര. എന്താ അമ്മേ? മഹേഷ് ഇപ്പൊ എവിടെ നിൽക്കുക? ഞാൻ ടെക്സ്റ്റൈൽസില്. നമ്മുടെ നന്ദന എവിടെയുണ്ടോ? ഒരു മിനിറ്റേ, ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ അമ്മേ. ഉണ്ട്. ഫോൺ കൊടുക്കണോ? ഏയ് വേണ്ട വേണ്ട, ഞാൻ വിളിച്ചോളാം. അവിടെ ചെന്നിട്ടില്ലല്ലേ? എന്നാ ആര് പറഞ്ഞു? എന്താ മഹേഷ്? വസുന്ധരാമ ഇപ്പൊ വിളിച്ചിരുന്നു. ഓഫീസിൽ നിന്ന് നടന്നാ തോന്നുന്നേ. കാർത്തിക മാഡത്തിന്റെ ഫോണിൽ നിന്നാ വിളിച്ചത്. നന്ദന മാഡം ഇവിടെ ഉണ്ടോന്ന് അമ്മ ചോദിച്ചു. എന്നിട്ട് മഹേഷ് എന്ത് പറഞ്ഞു? ഞാനുണ്ടെന്ന് പറഞ്ഞു. കാറിൽ നിന്ന് ഇറങ്ങുന്ന ഞാൻ കണ്ടായിരുന്നു. എന്താ ഇവിടെ ഇല്ലെന്ന് പറയണമായിരുന്നോ? എന്തിന്? അല്ല, മാഡം നോക്കുന്ന കണ്ടപ്പോ. പിന്നൊന്നും ചോദിച്ചില്ലേ അമ്മ? ഇല്ല, അപ്പൊ തന്നെ വെച്ചു. സജീവ് വരൂ. മഹേഷ്. എന്താ മാഡം? ചെന്നൈയിലെ തിരുവങ്കടേശൻ മെല്ലുമായിട്ട് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഇടപാടുണ്ടോ? മനസ്സിലായില്ലേ? പഴയ തിരുവങ്കടേശൻ മിൽസ്. മനസ്സിലായി. അവരായിട്ട് ഇപ്പൊ ഇടപാടൊന്നുമില്ല. പുതിയ എന്തെങ്കിലും ഡീലിനെ പറ്റി ആലോചിക്കുന്നുണ്ടോ? ഇല്ല. മാഡം എന്താ അങ്ങനെ ചോദിച്ചത്? ഏയ് ഒന്നുമില്ല. ഞാൻ ഈ വിവരം ചോദിച്ചത് ഉടനെ തന്നെ കാർത്തികേച്ചിയെ വിളിച്ച് അറിയിക്കണമെന്നില്ല.
നീ പുറത്തു പോയിട്ട് എപ്പോ വന്നു? കുറച്ചു നേരമേ ആയുള്ളൂ. അത്യാവശ്യമായിട്ട് എവിടെയാ പോയത്? അത്യാവശ്യത്തിന് പോയതാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ആവശ്യങ്ങൾക്ക് മാത്രമേ ഞാൻ എങ്ങോട്ടേയും പോകാറുള്ളൂ. യാത്രകളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളോടും ബോധിപ്പിക്കണമെന്ന് വെച്ച പ്രയാസ. ഇതുവരെ ഞാൻ നിന്നോട് ഇങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ല. ഇപ്പൊ ചോദിക്കുന്നതിനും കാരണമുണ്ടെന്നങ്ങ് വിചാരിച്ചോളൂ. എന്റെ പിന്നാലെ നിരീക്ഷണത്തിന് ആരെയും വെക്കുന്നതായിരിക്കും നന്നാവുക. അമ്മ പതിവില്ലാതെ എവിടെയാ പോയത്? നമ്മുടെ ഓഫീസ് വരെ. അവിടെ ചെന്നപ്പോ നന്ദന അവിടെ ഇല്ല. രാവിലെ നീ നിർദ്ദേശിച്ചിട്ടാണ് അവൾ ഇവിടുന്ന് പോയത്. നിന്റെ ഭാര്യ ഓഫീസിൽ കണ്ടില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടും നീ ഒന്നും ചോദിക്കുന്നില്ല. നന്ദന എങ്ങോട്ട് പോയെന്ന് അറിയണമെന്നില്ലേ നിനക്ക്? അന്വേഷിച്ച് മനസ്സിലാക്കി വന്നിട്ടുള്ള ആൾക്ക് അതങ്ങ് പറയാലോ. ഇത് തന്നെയാ നിങ്ങളുടെ രണ്ടുപേരുടെയും കുഴപ്പം. നന്ദന മാത്രമല്ല, മാനേജരും ഓഫീസിലില്ലെന്ന് കാർത്തിക പറഞ്ഞപ്പോ എനിക്ക് സംശയമായി. പക്ഷെ അവര് ടെക്സ്റ്റൈൽസിലുണ്ടായിരുന്നു. അല്ലെങ്കിൽ മരുതാത്ത ഒരു കാര്യവും നന്ദന ചെയ്യില്ലെന്നാ എന്റെ വിശ്വാസം. എന്ന് കരുതി നിങ്ങളുടെ ഈ ഒളിച്ചുകളി ഇങ്ങനെ തുടരാമെന്ന് വിചാരിക്കണ്ട. നീയായിട്ട് രണ്ടിലൊന്ന് തീരുമാനം എടുക്കണം. ഒന്നുകിൽ പിരിയുക, അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കുക. ഇപ്പോഴത്തതുപോലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ജീവിതമല്ല, ശരിക്കും ഭാര്യ ഭർത്താക്കന്മാരായിട്ട്. എന്നും അഭിനയം നടത്തി എന്നെ പറ്റിക്കാമെന്ന് വിചാരിക്കണ്ട കേട്ടോ. എന്തു പറയുന്നു? എനിക്കൊന്ന് ആലോചിക്കണം. അതിന് സമയം വേണമെന്നുണ്ടോ? അതല്ലേ ആലോചിക്കണം എന്ന് പറഞ്ഞത്. ഇല്ലെങ്കിൽ ഇപ്പോഴേ എനിക്കങ്ങ് തീരുമാനം പറയാമായിരുന്നല്ലോ. ശരി, 3 മാസം. 3 മാസം ഞാൻ സമയം തരാം. അത് കഴിഞ്ഞ് ആലോചിച്ചൊരു തീരുമാനം അറിയിക്കണം. അങ്ങനൊരു ഡെഡ് ലൈൻ പ്രഖ്യാപിച്ച സ്ഥിതിക്ക് പറയാം. നന്ദനയും ഞാനും തമ്മിൽ അത്തരം ഗുരുതര പ്രശ്നങ്ങളൊന്നുമില്ല. പ്രശ്നമുണ്ട്. വെറുതെ കണ്ണടച്ച് ഇരുട്ടാക്കാൻ നോക്കണ്ട നീ. അമ്മ എന്തോ അങ്ങ് വിശ്വസിക്കൊന്നും കരുതണ്ട. ആ സമയമൊക്കെ കഴിഞ്ഞു. നന്ദനയുടെ പേരിനോട് ചേർത്ത് ഏതോ ഒരു ചെറുപ്പക്കാരന്റെ പേര് പറയുന്നു. നിന്റെ പേരിനോട് ചേർത്ത് ഏതോ ഒരു സ്ത്രീയും കുട്ടിയും പറ്റി പറയുന്നു. ആ ബന്ധങ്ങൾ നിലവിലില്ലെന്ന് നിങ്ങൾ തന്നെ എന്നെ അറിയിക്കണം. എനിക്കത് ബോധ്യപ്പെടണം. അതിനാണ് ഈ 3 മാസ സമയം. തുടർന്ന് എന്തു വേണമെന്ന് അപ്പം ഞാൻ പറയാം. സൂക്ഷിച്ചു. മതി, ഓക്കെ. ഈ ഫോൺ അങ്ങോട്ട് വെച്ചേക്കാം സജീവ്. അമ്മയ്ക്കുള്ള പതിവ് വിളി കഴിഞ്ഞോ? ഇന്ന് അമ്മ ഇങ്ങോട്ട് വിളിച്ചു. നാട്ടിലെ അമ്പലത്തില് കാർത്തികോത്സവം വരികയാണ്, ചെല്ലണമെന്ന് പറയാൻ. വൃശ്ചിക മാസത്തിലെ കാർത്തിക അവിടെ വലിയ ഉത്സവ. ആരും നന്ദനമേടത്തെ കണ്ട വിവരം അമ്മയോട് പറഞ്ഞിട്ടുണ്ടോ? ഏയ്, അത് മതി അമ്മയ്ക്ക് ടെൻഷൻ ആവാൻ. വെറുതെ എന്തിനാ? എനിക്കൊരു കാര്യം അറിയണമെന്നുണ്ട്. 2-3 തവണ ചോദിക്കണമെന്ന് വിചാരിച്ചതാ. പിന്നെ ഞാനങ്ങ് മടിച്ചു. ഹരിപ്രസാദിനെ നന്ദനമേടത്തെ ഞാൻ പരിചയപ്പെട്ടിട്ട് കുറച്ചേ ആയുള്ളൂ. എന്നാലും നിങ്ങളുടെ അടുപ്പത്തിനൊരു ഡെപ്ത് എനിക്ക് പിടികിട്ടി. അത് വെച്ച് ഞാൻ ചോദിക്കേ. എന്താ സജീവ്? പരസ്പരം നിങ്ങൾ ഇത്ര സ്നേഹമായിട്ടും നിങ്ങൾ ഒന്നായില്ല. സത്യത്തിൽ ആരെയാണ് പറ്റിച്ചത്? ആരാ നിങ്ങൾക്കിടയിൽ വില്ലനായിട്ട് വന്നത്? ചൂണ്ടിക്കാണിക്കാൻ പല മുഖങ്ങളുണ്ട്, പല പേരുകളുണ്ട്. സജീവ് ചോദിച്ചില്ലേ ആരെയാണ് പറ്റിച്ചതെന്ന്? വാസ്തവത്തിൽ ഞങ്ങൾ രണ്ടുപേരെയും പറ്റിക്കുകയായിരുന്നു. മറ്റാരുമല്ല, വിധി. ഞങ്ങളുടെ മുൻപിൽ വില്ലനായത് വിധിയാണ്. മേഡത്തിന്
മേഡത്തിന്റെ മനസ്സിൽ ഇപ്പോഴും ഹരിപ്രസാദ് ഉണ്ടോ? ഐ മീൻ, പഴയ അടുപ്പത്തോടു കൂടി ഉണ്ടായിരിക്കോ? ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പുതിയ ജീവിത അഭിനയമാണെന്ന് നന്ദന പറയുന്നു. അതിനർത്ഥം അയാൾക്ക് ആ ജീവിതത്തെ ഉൾക്കൊള്ളാനായിട്ടില്ലെന്നാണ്. അത് പാടില്ല. അതല്ല അതിന്റെ ശരി. മനസ്സിന്ന് നന്ദന എന്നെ പറിച്ചു കളഞ്ഞേ പറ്റൂ. കാരണം അവൾ വിവാഹിതയാണ്, ഭർത്താവിനൊപ്പം ജീവിക്കേണ്ടവളാണ്. എങ്കില് എനിക്ക് ഒരു ചോദ്യം കൂടിയുണ്ട്. നന്ദന മേഡം തിരിച്ചു വന്ന് ഹരി സ്വീകരിക്കോ? Yeah.